ഇതാണ് കോഴിക്കോട് ജില്ലയിലെ വേങ്ങേരിയുള്ള വേങ്ങേരി കുലവൻകാവ്. ഇവിടെ ഉത്സവമാണ്. ഉത്സവത്തിനുള്ള തയ്യാറെടുപ്പിൽ ഞങ്ങളിങ്ങനെ പോവാണ്. ഇതൊരു സമയം ഒരു 7 മണിയാണ്, വൈകുന്നേരം 7 മണിക്കാണ്. ഇത്രയും ജനനിബിഡമായിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രത്യേക തരം പ്രോഗ്രാമുണ്ട്. അതായത് ഒരു നായ തിറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിറയുണ്ട്. അതായത് തിറ കെട്ടിയാടിയിട്ട് നായനെ പോലെ അഭിനയിക്കുകയാണെന്നാണ് ഞാനൊക്കെ കരുതിയത്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. പക്ഷേ അതൊന്നുമല്ല. ഇവിടെ നമ്മുടെ വെളിച്ചപ്പാടിൻ്റെ രൂപത്തിൽ ആളുകൾ ഇങ്ങനെ വന്നിട്ട് അതിന് ഇങ്ങനെ വെളിച്ചപ്പാടിനെ പോലെ വന്നെടുത്താൽ കണ്ടോ, ആളുകളിങ്ങനെ വലം വയ്ക്കുകയാണ്. അമ്പലം വലം വെച്ചിട്ട് അനുഗ്രഹം വാങ്ങിയിട്ട് പിന്നെ ഇവർക്ക് വെളിച്ചപ്പാട് പോലെ ഇവർ നായനെ പോലെ ബിഹേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കാണാൻ അത്രയും തിരക്കാണ്. കണ്ടോ, ഭയങ്കര സ്ഥലമില്ല ആളുകൾക്ക്. കാരണം എൻ്റെ വീഡിയോ ഒന്നും അത്ര ക്ലിയർ അല്ല. എന്നാലും ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ആളുകളിങ്ങനെ അമ്പലം ചുറ്റും ഇങ്ങനെ നടക്കും. കണ്ടോ, ഇങ്ങനെ മുട്ടിട്ട് ഇങ്ങനെ നടന്നിട്ടാണ് അവർക്ക് ഈ ഉറച്ചിൽ വരാമെന്ന് പറഞ്ഞവർ അങ്ങനെ അത് അവരുടെ ശരീരത്തിലേക്ക് ഒരു ശക്തി കയറുക എന്നാണ് പറയപ്പെടുന്നത്. അവരിങ്ങനെ നടക്കും. എന്നിട്ട് കണ്ടോ, ഇങ്ങനെ നായനെ പോലെ ഇങ്ങനെ പരസ്പരം കടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറും. ചില സമയത്തൊക്കെ ആളുകളുടെ അടുത്തേക്കൊക്കെ വരും. കാരണം ഒരാളെ തന്നെ 2 ആൾ 3 ആളൊക്കെ പിടിക്കുന്നത്. അവർ ആളുകളുടെ അടുത്തേക്ക് പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ജനക്കൂടുതലേക്ക് ഈ വാഴയുടെ ഒരു സംഭവം കൊണ്ട് അവരുടെ കൈ കടിക്കാൻ കൊടുത്തത്, അത് കടിച്ചിട്ട് അവരുടെ ആ ഒരു ശൗര്യം തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ചിലരൊക്കെ അവർ അടക്കി വെക്കുന്നത്. കാരണം അവർ കൈവിട്ട് പോയി കഴിഞ്ഞാൽ അവർ ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ കൂടി കടിക്കുമെന്നുള്ളൊരു സംഭവമാണ്. അങ്ങനെ കുറേ ആളുകളുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു പ്രത്യേക തിറ കാണാൻ വേണ്ടിയിട്ടാണ്. തിറയല്ല, ഒരു നായത്തിറ എന്നാ പറയാം. ഒരു സമ്പ്രദായം കാണാൻ വേണ്ടിയിട്ടാണ് അത്രയും ആളുകൾ, ഒരുപാട് ആളുകളുണ്ട്. അവിടെ നിൽക്കാൻ വരെ സ്ഥലമില്ല. ഞാൻ എങ്ങനെയൊക്കെയോ വീഡിയോ എടുത്തതാണ്. ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത്. നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ കൂടെ ഇതുവരെ അവിടെ പോകാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഈ വർഷം അതിനു വേണ്ടി റിസ്ക് എടുത്തിട്ട് പോയതാണ്. അപ്പം ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഇത്. ഇനി വേറെ സ്ഥലത്ത് വേറെ അമ്പലങ്ങൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി വേറെ എന്തെങ്കിലും ഐതിഹ്യം അറിയുന്ന ആളുകളാണെങ്കിലും കമൻറ്റ് ചെയ്യുക. എനിക്കൊരു ഐതിഹ്യം അറിയില്ല.